നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന 4 പ്രധാന സർക്കാർ പദ്ധതികളെയും ഒരു പ്രധാന സാമ്പത്തിക സംവിധാനത്തെയും കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് വേണമോ? ചെറിയൊരു ബിസിനസ് ആരംഭിക്കാൻ പലിശരഹിത വായ്പ തേടുകയാണോ? സ്ത്രീ സുരക്ഷാ പെൻഷനെക്കുറിച്ച് അറിയണമെന്നുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ രൂപ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? ഈ 4 വിഷയങ്ങളും ഒരുമിച്ച് ലളിതമായ ഭാഷയിൽ മനസ്സിലാക്കാം. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഓരോ കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾക്ക് കേരള ലൈഫ് മിഷൻ 2026 കുറിച്ച് നോക്കാം. കേരളത്തിൽ സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം ഇപ്പോഴും ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കുണ്ട്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതിയാണ് ലൈഫ് മിഷൻ. വീടില്ലാത്തവർക്കും താമസയോഗ്യമില്ലാത്ത വീടുകളിൽ കഴിയുന്നവർക്കും സർക്കാർ സഹായത്തോടെ സ്ഥിരമായ വീട് ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സാധാരണയായി നിർമ്മിക്കുന്ന വീടുകൾ കോൺക്രീറ്റ് നിർമ്മാണമായിരിക്കും. കുടുംബത്തിന് ആവശ്യമായ അടുക്കള, ശുചിമുറി, താമസമുറി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി ഏകദേശം 375 ചതുരശ്ര അടി അല്ലെങ്കിൽ അധികം വിസ്തീർണമുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത്. അർഹരായ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം നൽകുന്നുണ്ട്. സാധാരണ വിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക് പരമാവധി 4 ലക്ഷം രൂപ വരെ സഹായം ലഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ അർഹ കുടുംബങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ 6 ലക്ഷം രൂപ വരെ സഹായം അനുവദിക്കപ്പെടാം. സഹായത്തുക ഒരുമിച്ച് ലഭിക്കില്ല. വീടിൻ്റെ നിർമ്മാണ പുരോഗതിക്ക് അനുസരിച്ച് വിവിധ ഘട്ടങ്ങളായാണ് വിതരണം ചെയ്യുന്നത്. ഇനി ഇതിലെ അർഹർ: മുൻഗണന ലഭിക്കാൻ സാധ്യതയുള്ള വിഭാഗങ്ങൾ: സ്വന്തമായി വീടില്ലാത്തവർ, താമസിക്കുന്ന വീട് അപകടാവസ്ഥയിലുള്ളവർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾ, BPL കുടുംബങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, തീരദേശ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ, ആദിവാസി വിഭാഗങ്ങൾ, സർക്കാർ നിശ്ചയിക്കുന്ന മറ്റ് മുൻഗണനാ വിഭാഗങ്ങൾ. അതുപോലെ ആവശ്യമായ രേഖ: ആധാർ കാർഡ്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, ഭൂമിയുടെ രേഖ, അതുപോലെ ജാതി സർട്ടിഫിക്കറ്റ് അത് ബാധകമെങ്കിൽ. ഇനി പലരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ളത്. പൊതുജനങ്ങൾക്ക് എല്ലായ്പ്പോഴും നേരിട്ട് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണമെന്നില്ല. ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നടപടിക്രമങ്ങൾക്കും സർവേകൾക്കും വിധേയമാണ്. അതിനാൽ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസുമായി ഔദ്യോഗിക നിർദ്ദേശങ്ങളും മാത്രം പിന്തുടരുക. അതുപോലെ ഒരു പ്രധാന മുന്നറിയിപ്പ്: പണം നൽകിയ ലൈഫ് മിഷൻ വീട് ഉറപ്പാക്കാം, ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം എന്നിങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കരുത്. ഔദ്യോഗിക സർക്കാർ നടപടിക്രമങ്ങൾ മാത്രമാണ് സ്വീകരിക്കുന്നത്. അതുപോലെ ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറഞ്ഞാൽ ഭവനം നിർമ്മിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല. നിങ്ങളുടെ മേൽക്കൂര, അതുപോലെ വീട് വിള്ളലുകൾ അങ്ങനെയുള്ള അപകടാവസ്ഥയിൽ ഉണ്ടെങ്കിൽ പോലും പഞ്ചായത്ത് മുഖേന 75,000 രൂപ വരെ നൽകുന്ന പദ്ധതികളും പല പഞ്ചായത്തുകളും ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ് നടത്തുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ഈ ഒരു പദ്ധതി ലഭ്യമാണോ എന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഈ മാസം 30-ാം തീയതി വരെയാണ് ഇങ്ങനെയുള്ള പദ്ധതികളുടെ അവസാന തീയതി. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി നമ്മൾക്ക് ഡിജിറ്റൽ കറൻസി എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇന്ത്യയുടെ ഡിജിറ്റൽ സാമ്പത്തിക രംഗത്തെ വലിയ മാറ്റമായി കണക്കാക്കപ്പെടുന്ന ഡിജിറ്റൽ രൂപയെക്കുറിച്ചാണ് നോക്കുന്നത്. പലരും ഇപ്പോഴും ഡിജിറ്റൽ രൂപ എന്താണ്, UPI തന്നെയാണെന്ന് കരുതുന്നു. എന്നാൽ അത് ശരിയല്ല. ഡിജിറ്റൽ രൂപ അഥവാ റുപ്പി എന്നത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിരിക്കുന്ന ഔദ്യോഗിക ഡിജിറ്റൽ കറൻസിയാണ്. ഇത് നിയമപരമായ കറൻസിയാണ്. അതായത് നോട്ടിനും നാണയത്തിനും തുല്യമായ ഔദ്യോഗിക മൂല്യമുണ്ട്. UPIയിൽ നിന്ന് വ്യത്യാസം പറഞ്ഞാൽ, UPI എന്നത് ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൈമാറുന്ന സംവിധാനമാണ്. എന്നാൽ ഡിജിറ്റൽ രൂപയുടെ പണം ഡിജിറ്റൽ ടോക്കൺ രൂപത്തിലാണ് വാലറ്റിൽ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ ഇത് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ, RBIയുടെ പിന്തുണയായ ഔദ്യോഗിക ഡിജിറ്റൽ കറൻസിയാണ്. സുരക്ഷിത ഇടപാടുകളാണ്. ഡിജിറ്റൽ പണമിടപാടുകൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിക്കുന്നുണ്ട്. ഭൗതിക നോട്ടുകളുടെ അച്ചടി, വിതരണം എന്നിവയ്ക്കുള്ള ചിലവ് കുറയ്ക്കാൻ സഹായകരമാണ്.
ഇന്ത്യയുടെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ദിശ നൽകുന്ന ഒരു സംരംഭമാണിത്. ഇത് ഉപയോഗിക്കുന്ന രീതി: ഡിജിറ്റൽ രൂപ സേവനം നൽകുന്ന ബാങ്കിന്റെ ഔദ്യോഗിക ഇ-റുപ്പി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. തുടർന്ന് ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിക്കുന്ന ആവശ്യമായ പരിശോധനകൾ പൂർത്തിയാക്കുക. സുരക്ഷിതമായ പിൻ സജ്ജമാക്കുക. ഡിജിറ്റൽ രൂപ വാലറ്റിലേക്ക് ലോഡ് ചെയ്ത് ഇടപാടുകൾ ആരംഭിക്കാം. എന്നിരുന്നാലും ഡിജിറ്റൽ രൂപ വന്നതുകൊണ്ട് UPIയോ ഭൗതിക പണമോ അവസാനിപ്പിക്കുന്നില്ല. ഇവ പരസ്പരം സഹവർത്തിത്വത്തോടെ ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇനി അടുത്ത പ്രധാന കാര്യമാണ് സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന മറ്റൊരു പദ്ധതിയിലേക്ക് വരാം. ചെറിയ ബിസിനസ് ആരംഭിക്കാനോ നിലവിലുള്ള സംരംഭം വികസിപ്പിക്കാനോ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കായി കേരള സർക്കാർ വിവിധ ഏജൻസികളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ഒന്നാണ് പ്രിയദർശിനി പലിശരഹിത വായ്പ. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ, സാമൂഹ്യനീതി വകുപ്പ്, കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വായ്പയുടെ പ്രത്യേകതകൾ: വായ്പാ തുക 50,000 മുതൽ 1,00,000 രൂപ വരെ ലഭിക്കും. ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് കൂടുതൽ തുക ലഭിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും. കൃത്യമായി തിരിച്ചടച്ചാൽ പലിശയില്ല. തിരിച്ചടവ് കാലാവധി സാധാരണയായി 3 മുതൽ 5 വർഷം വരെയാണ്. സങ്കീർണമായ ഈടോ വലിയ ജാമ്യമോ സാധാരണയായി ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ബന്ധപ്പെട്ട സ്ഥാപനത്തിന്റെ നിബന്ധനകൾ ബാധകമാണ്. ഇനി ആരൊക്കെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ താമസിക്കുന്ന സ്ത്രീകൾ, 18 മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ളവർ, ചെറിയ സംരംഭം ആരംഭിക്കാനോ വികസിപ്പിക്കാനോ ആഗ്രഹിക്കുന്നവർ. ഇതിൽ മുൻഗണന ലഭിക്കാൻ സാധ്യതയുള്ളവർ BPL കുടുംബങ്ങളും മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ, വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, ഭർത്താവിന് ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ള കുടുംബങ്ങൾ തുടങ്ങിയ മുൻഗണനാ വിഭാഗങ്ങൾ. ഇനി അപേക്ഷിക്കേണ്ട മാർഗം: 2 മാർഗങ്ങളുണ്ട്. ഒന്നാമത്, നിങ്ങളുടെ പ്രദേശത്തെ കുടുംബശ്രീ CDS ഓഫീസിൽ നേരിട്ട് അപേക്ഷ നൽകാം. രണ്ടാമത്, കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെയോ ജില്ലാ ഓഫീസുകളിലൂടെയോ വിവരങ്ങൾ തേടി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ ലഭിച്ച ശേഷം പദ്ധതി റിപ്പോർട്ടും രേഖകളും പരിശോധിച്ച് യോഗ്യത ഉറപ്പാക്കിയ ശേഷമാണ് വായ്പ അനുവദിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ത്രീ സുരക്ഷാ പെൻഷൻ 2026. ഇപ്പോൾ നിരവധി പേർ അന്വേഷിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അർഹരായ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സാമ്പത്തിക പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികളിൽ ഒന്നാണിത്. അർഹരായവർക്ക് പ്രതിമാസം 1000 രൂപ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലൂടെ DBT സംവിധാനത്തിലൂടെ നൽകുന്നതാണ് പദ്ധതിയുടെ അടിസ്ഥാന രൂപം. ഇതിന്റെ അർഹത വരുന്നത് കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും അപേക്ഷിക്കാം. സാധാരണയായി 35 മുതൽ 60 വയസ്സ് വരെ ഇതിൽ അപേക്ഷിക്കാൻ പറ്റും. BPL വിഭാഗത്തിലെ മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് മുൻഗണന. ഇതിൽ അർഹതയല്ലാത്തവർ, മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർ, സർവീസ് പെൻഷൻ അല്ലെങ്കിൽ കുടുംബ പെൻഷൻ ലഭിക്കുന്നവർ, നിലവിൽ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്ഥിരം ജീവനക്കാർ. ഇതിൽ ആവശ്യമായി വരുന്ന രേഖകൾ: ആധാർ കാർഡ്, BPL റേഷൻ കാർഡ്, പ്രായം തെളിയിക്കുന്ന രേഖ, പാസ്ബുക്ക്, സ്വയം പ്രഖ്യാപന ഫോം, മറ്റാവശ്യമായ രേഖകളാണ് വരുന്നത്. ഇത് ഓൺലൈനായി K-സ്മാർട്ട് പോർട്ടൽ വഴി അപേക്ഷിക്കാനോ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കാനോ സാധിക്കുമായിരുന്നു. ഇത് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിന്റെ പുതിയ ഒരു പകർപ്പ് UDF സർക്കാർ പുറത്തുവിടുമെന്നാണ് പറയുന്നത്. അതായത് ഇന്ദിര സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന രീതിയിലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ വരിക. കൂടുതൽ സമഗ്രമായ ഒരു പദ്ധതിയായിട്ടായിരിക്കും പുതിയ ഈ പദ്ധതി വരിക. 6 മാസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഇനിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ, കൂടുതൽ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം ഒഫീഷ്യലായി ഗവൺമെന്റ് പുറത്തിറക്കുമ്പോൾ ഞങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.